ബോറടിച്ചിരിക്കുന്ന നേരത്തെ ഒരാളെ ഇങ്ങനെ ഉണ്ടാക്കി ഡാൻസ് കളിപ്പിച്ചാലോ? സംഭവം നല്ല സാറ്റിസ്ഫൈങ് ആണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഈ പറഞ്ഞിരിക്കുന്ന അളവിലുള്ള പേപ്പർ എടുക്കണം. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മേലെന്ന് ഒരു 1 സെൻറ്റിമീറ്റർ താഴോട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ താഴത്തെ ഭാഗം മേലോട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാനുണ്ടേ. ഇന്ന് രാവിലെ തൊട്ട് ഞാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ട്. ഇത് 499 നിൽക്കുക. ഇന്ന് തന്നെ 500 ആവുമെന്ന് വിചാരിച്ചതാ. അപ്പോൾ ഇപ്പം തന്നെ ഒരു സബ്സ്ക്രൈബ് അടിച്ചേക്കണേ. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒട്ടിച്ച ശേഷം നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. ഇനി അതൊന്ന് നടുക്ക് പിടിച്ച് അമർത്തി ഒരു സൈഡിലോട്ടാക്കി കൊടുക്കണം ഇതുപോലെ. ഇപ്പോൾ ഇതേ ഒരു ബോക്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിനൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഈ സൈഡൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഒരു 2 സെൻറ്റിമീറ്റർ മേലോട്ട് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത്. എല്ലാ സൈഡും കട്ട് ചെയ്ത ശേഷം ആ കട്ട് ചെയ്ത പോർഷനൊന്ന് മേലോട്ട് പൊക്കി കൊടുക്കുക. എല്ലാ സൈഡും നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഡാൻസ് കളിക്കുന്നതിൻ്റെ മെക്കാനിസം റെഡി ആയിട്ടുണ്ട്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ കണ്ണും വായയും കൈയും കാലൊക്കെ വരച്ചു കൊടുക്കുക. ആദ്യത്തെ പെട്ടിയിൽ കണ്ണും വായയും വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ 2 അറിയാമല്ലോ, നമുക്ക് കൈ വരച്ചു കൊടുക്കാനുള്ളതാണ്. കൈ നമ്മളൊരു വര വരച്ച് അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ വരച്ച് ഒരു കമ്പിൻ്റെ ഷേപ്പുള്ളൊരു കൈ എന്ന് പറയാമല്ലോ, ആ രൂപത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. കാലാണെങ്കിൽ ഒരു എല്ല് വരയ്ക്ക് തന്നെ. ഒരു സൈഡിലേക്ക് നേരം പോലെയുള്ള എല്ലും ഒരു സൈഡിലേക്ക് തിരിഞ്ഞ് നിൽക്കണ എല്ലുമാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പം അങ്ങനെ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഡാൻസ് കളിക്ക് എങ്ങനെയെന്ന് നോക്കാം. സാധനം കയ്യിലെടുത്ത് പഴയ സ്ക്വയർ തന്നെ ആക്കുക. ചുമ്മാ ഇതിൻ്റെ ബോഡി പിടിച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ മതി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.